ഹലോ, ഇന്ന് ഞാനൊരു സിമ്പിൾ കടലക്കറി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സാധനങ്ങൾ വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി കഴിഞ്ഞാൽ വലിയ ഉള്ളി ആദ്യം ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കി സാധനങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിത് തേങ്ങ അരച്ചിട്ടല്ല വെക്കുന്നത്, ഉള്ളി, തക്കാളി ഇതൊക്കെ മസാലപ്പൊടികൾ ഇട്ടിട്ടാണ് വെക്കുന്നത്. ഇനി ബാക്കി കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തതാണ്. അതും കൂടി ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്പൂൺ അളവിലല്ല കാണിക്കുന്നത്, ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. കരിഞ്ഞു പോവാതെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കുക. വെള്ളക്കടലയല്ല, സാധാരണ കടലയാണ്. 2 കടലയും ഈ ഒരു രീതിയിൽ വെക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് കടലയും കൂടി ചേർത്ത് കൊടുക്കുക. കടല ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് കടല വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 6 വിസിൽ കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. തലേനെ കുതിർത്ത് വെച്ച കടലയാണ്, എന്നാലും ഒരു 6-7 വിസിൽ കൊണ്ട് ഇത് നന്നായി വെന്തുടയണം. അപ്പോഴൊരു കറിക്കൊരു ഗ്രേവിയൊക്കെ തിക്കായിട്ട് കിട്ടും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഇപ്പോൾ കടലക്ക് വിസിലൊക്കെ വന്ന് കഴിഞ്ഞതാണ്. എയറൊക്കെ പോയതിന് ശേഷം കടല കറി ഈ ഒരളവിൽ ഗ്രേവി ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എനിക്കധികം കറീൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.